നമസ്കാരം. മണി ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPOയെ കുറിച്ചാണ്. ഈ IPO ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 9 തുടങ്ങി സെപ്റ്റംബർ 11 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഇതിന്റെ ലിസ്റ്റിംഗ് ഡേറ്റ് സെപ്റ്റംബർ 16 ഇന്ന് നമുക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 66 രൂപ മുതൽ 70 രൂപ വരെയാണ്. ലോട്ട് സൈസ് 214 ഷെയർസ് ആണ്. ടോട്ടൽ ഇഷ്യൂ സൈസ് 6560 കോടി രൂപയാണ്. ഇത് ഒരു ഫ്രഷ് ഇഷ്യൂ ആണ്, ഒപ്പം ഓഫർ ഫോർ സെയിലും കൂടിയാണ്. ഇതിന്റെ ടോട്ടൽ ഇഷ്യൂ സൈസ് 6560 കോടി രൂപയാണ്. ഇതിൽ ടാറ്റ, ഗോദ്രേജ്, റിലയൻസ്, ബിർള തുടങ്ങിയ കമ്പനികളെ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ബജാജ് ഗ്രൂപ്പ്. 25ഓളം കമ്പനികൾ ഈ ഗ്രൂപ്പിലുണ്ട്. ഇതിന്റെ ടേൺ ഓവർ ഏകദേശം 280 ബില്യന് മേലെയാണ്. ഏകദേശം 36,000 എംപ്ലോയീസ് ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ബജാജ് ഫിനാൻസിന്റെ 100% സബ്സിഡറിയാണ്. 2018 ബജാജ് ഹൗസിംഗ് ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബജാജ് ഫിൻസർവ് ബജാജ് ഫിനാൻസിന്റെ 52.49% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൗസിംഗ് മാർക്കറ്റ് നല്ല ബൂമിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം ഹയർ ഡിസ്പോസിബിൾ ഇൻകം ആണ്. അതുകൂടാതെ ന്യൂക്ലിയർ ഫാമിലീസ് കൂടിക്കൂടി വരുന്നു. അതുമാത്രമല്ല, ഈ സെക്ടറിന് ഗവൺമെന്റ് സപ്പോർട്ടും വളരെ അധികം ഉണ്ട്. പ്രധാനപ്പെട്ട IPO റിലേറ്റഡ് ഡേറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി 9 ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 11 ഇത് ക്ലോസ് ചെയ്യും. 16 ലിസ്റ്റ് ചെയ്യും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് മോർഗേജ് മാർക്കറ്റിൽ. നമുക്ക് അവരുടെ കീ സ്ട്രെങ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇവരുടെ കസ്റ്റമേഴ്സിൽ 87% പേരും സാലറീഡ് എംപ്ലോയീസ് ആണ്. വളരെ ലോ ആയിട്ടുള്ള NPAs ആണ്. 0.3% ആണ് ഇവരുടെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഹോം ലോൺ കൂടാതെ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയും പിന്നെ ഡെവലപ്പർ ഫിനാൻസും ഓഫർ ചെയ്യുന്നുണ്ട്. 20ഓളം സ്റ്റേറ്റുകളിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട്. 215 ബ്രാഞ്ചുകളുണ്ട്. ഇവരുടെ ആവറേജ് ലോൺ ടിക്കറ്റ് സൈസ് എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്. ഇത് ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയാണ്. ഈ IPO കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്ന് 58,297 കോടി രൂപയായിരിക്കും. നെറ്റ് വർത്ത് വന്ന് 18,280 കോടി രൂപയായിരിക്കും. പ്രൊമോട്ടർ ഹോൾഡിംഗ് 88.7% ആയിരിക്കും. അതുപോലെ PE റേഷ്യോ 33.3% ആയിരിക്കും. പ്രൈസ് ടു ബുക്ക് റേഷ്യോ 3.2. ബജാജ് ഫിനാൻസിന്റെയോ അല്ലെങ്കിൽ ബജാജ് ഫിൻസർവിന്റെയോ ഷെയർസ് ഓഗസ്റ്റ് 30 ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അവർക്ക് റീറ്റെയിലും ഷെയർ ഹോൾഡർ ക്വാട്ടയിലും അപ്ലൈ ചെയ്യാം. ഒരു ഷെയറെങ്കിലും അവരുടെ അടുത്ത് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്കുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അലോട്ട്മെന്റ് ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ ഇവർക്ക് 2 സെപ്പറേറ്റ് അപ്ലിക്കേഷൻസ് കൊടുക്കാം. ഇതിന്റെ പ്രൈസിങ്ങും ലോട്ട് സൈസും രണ്ടും സെയിം ആയിരിക്കും. മിനിമം 214 ഷെയർസും പ്രൈസ് ബാൻഡ് വന്ന് 66 to 70 രൂപയാണ്. മിനിമം അപ്ലിക്കേഷൻ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം അപ്ലിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത് 14,124 ടു 14,980 രൂപയാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്കൊന്ന് നോക്കാം. 2023 റവന്യൂ വന്ന് 5,665 കോടി രൂപയായിരുന്നു. അത് 2024 ആയപ്പോ 7,617 കോടി രൂപയായി കൂടി. പ്രോഫിറ്റ് വന്ന് 2023 1,257 കോടി രൂപയായിരുന്നു. അത് 1,731 കോടി രൂപയായി. കഴിഞ്ഞ ക്വാർട്ടറിൽ 2,208 കോടി രൂപയായിരുന്നു റവന്യൂ. പ്രോഫിറ്റ് വന്ന് 482 കോടി രൂപയാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ IPO അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിക്ഷേപകർക്ക് ഹൗസിംഗ് ഫിനാൻസ് മേഖലയിലെ ഒരു മുൻനിര ഇന്ത്യൻ കമ്പനിയിൽ നിക്ഷേപിക്കാൻ മികച്ച അവസരം നൽകുന്നു. വളരെ റെപ്യൂട്ടഡ് ആയ ബജാജ് ബ്രാൻഡിന്റെ
ഒരു ഭാഗമാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. റിസ്ക് കൈകാര്യം ചെയ്യാൻ കമ്പനിക്ക് വളരെ ശക്തമായ ഒരു സംവിധാനമുണ്ട്. കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വില അല്പം കൂടുതലാണ്. പക്ഷേ ശക്തമായ വളർച്ചാ സാധ്യതയും അച്ചടക്കത്തോടുള്ള സമീപനവും കാരണം ഇത് ഇപ്പോഴും നല്ല ഒരു നിക്ഷേപ അവസരമാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന് നല്ല വളർച്ചയുണ്ട്. 2023 50%, 2024 34% റവന്യൂ വർദ്ധിച്ചു. അവരുടെ ലാഭം 2023 77%, 2024 38% വർദ്ധിച്ചു. കമ്പനിയുടെ ബുക്ക് വാല്യൂവിന്റെ 2.96 മടങ്ങ് മൂല്യം കണക്കാക്കുന്നു. ഇത് കോമ്പറ്റീറ്റേഴ്സിന്റെ ശരാശരി മൂല്യനിർണ്ണയത്തിന് സമാനമാണ്. IPO ആദ്യ ദിനത്തിൽ തന്നെ 2 മടങ്ങ് സബ്സ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം 50 മുതൽ 51 രൂപ വരെയാണ്. അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി 2 ദിവസം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.